റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് ഇന്ത്യക്ക് അമേരിക്കയുടെ അനുവാദം ആവശ്യമുണ്ടോ? റഷ്യയിൽ നിന്നല്ല, ഇപ്പോൾ ഉത്തര കൊറിയയിൽ നിന്നോ അല്ലെങ്കിൽ ഇറാനിൽ നിന്നോ ആരുടെ അടുത്തും നിന്ന് എണ്ണ വാങ്ങുന്നതിന് ഇന്ത്യക്ക് ഈ ലോകത്ത് ഒരു രാജ്യത്തിൻ്റെയും അനുവാദം ആവശ്യമേ അല്ല. പിന്നെ എന്തിനാണ് അമേരിക്ക 30 ദിവസത്തെ ഇളവ് തന്നു എന്നിപ്പോൾ പറഞ്ഞത്? ഇതൊക്കെയാണല്ലോ പ്രതിപക്ഷത്തിൻ്റെ സംശയം. ഇവർക്കിതൊന്നും അറിഞ്ഞുകൂടാത്തോണ്ടല്ല, ഇതിനെയൊക്കെ വളച്ചൊടിച്ച് ഗവൺമെൻറ്റിനെതിരെ തിരിക്കാനുള്ള ഒരു തന്ത്രമാണ് ഇത്. അപകടകരമായ രാഷ്ട്രീയമാണ്. ജനങ്ങൾക്ക് ഇത്തിരി സാമാന്യ ബോധം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് ചതിയാണ്, ഒരു രാഷ്ട്രത്തോട് ചെയ്യുന്ന ചതിയാണ്. ഇന്ത്യ അമേരിക്കയുടെ അനുവാദം വാങ്ങിയിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. സ്വയം ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകർ തന്നെ ചോദിക്കും, ഇന്ത്യക്ക് അമേരിക്കയുടെ അനുവാദം ആവശ്യമുണ്ടോ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ? അങ്ങനെയാണെങ്കിൽ ഇന്ത്യ എങ്ങനെ എണ്ണ വാങ്ങും? ഇത്രയും കാലം ഇന്ത്യ ഗവൺമെൻറ് അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയും ഒക്കെ കടുത്ത സമ്മർദ്ദങ്ങളെയും അതിജീവിച്ചിട്ട് എങ്ങനെയാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കൊണ്ടിരുന്നത്? ഇപ്പം നിർത്താൻ തീരുമാനിച്ചതിനെ കുറിച്ചുള്ള ചർച്ച നമുക്കതിലേക്ക് വരാം. എങ്ങനെയായിരിക്കും വാങ്ങിക്കൊണ്ടിരുന്നത്? അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വന്നപ്പോഴും ഇന്ത്യ വാങ്ങിക്കൊണ്ടിരുന്നു, ബൈഡൻ ഉണ്ടായിരുന്നപ്പോഴും വാങ്ങിക്കൊണ്ടിരുന്നു. ഇപ്പം അമേരിക്കയ്ക്ക് അത്രയും ഇന്ത്യ ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള ഒരു പവർ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ത്യ എണ്ണ വാങ്ങുകയില്ലല്ലോ റഷ്യയിൽ നിന്ന്. നമ്മൾ മിഡിൽ ഈസ്റ്റിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരുന്നത് കംപ്ലീറ്റ് കട്ട് ചെയ്ത് മെജോറിറ്റി ഓയിൽ റഷ്യയിൽ നിന്ന് വാങ്ങാൻ തുടങ്ങിയത് മോദി വന്നതിന് ശേഷമാണ്. അതും ഈ റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയതിന് ശേഷം. അല്ലെങ്കിൽ മുൻ സർക്കാരുകൾക്ക്, 1-2 UPA സർക്കാർ അടക്കമുള്ള കോൺഗ്രസ് ഗവൺമെന്റുകൾക്ക് പേടിയായിരുന്നു, അതുകൊണ്ടല്ലേ അവർ വാങ്ങാതിരുന്നത്. റഷ്യയുടെ കയ്യിൽ അന്നും എണ്ണയൊക്കെ ഉണ്ടായിരുന്നു, പേടിയായതുകൊണ്ട് വാങ്ങിയില്ല. പക്ഷെ മോദി വന്നപ്പോൾ വാങ്ങി. S-400 നരേന്ദ്രമോദി അമേരിക്കയുടെ ഉപരോധ ഭീഷണിയെ വകവയ്ക്കാതെയാണ് S-400 വാങ്ങിയത്. കോൺഗ്രസിന്റെ കാലത്താണെങ്കിൽ നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. റഫേൽ യുദ്ധവിമാനങ്ങൾ പോലും വാങ്ങുന്നത് മോദി വന്നതിന് ശേഷമാണ്. അപ്പോൾ ഇവർക്കൊന്നും നരേന്ദ്രമോദിയെ കുറ്റം പറയാനൊന്നും 10 പൈസയുടെ അവകാശമില്ലാത്ത ആൾക്കാരാണ്. അമേരിക്കയെ ഭയന്ന്, ചൈനയെ ഭയന്ന്, പാകിസ്ഥാനെ ഭയന്ന്, മുംബൈ ഭീകരാക്രമണം ഉണ്ടായ സമയത്ത് പോലും ഒരു തിരിച്ചടി കൊടുക്കാനുള്ള ധൈര്യമില്ലാതിരുന്ന ഒരു ഭരണകൂടം നരേന്ദ്രമോദി ഭീരുവാണ്, അമേരിക്കയുടെ മുന്നിൽ വഴങ്ങിക്കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ അമേരിക്കൻ എക്സ്പെർട്സ് പറയുന്ന തിരിച്ചാണ്. നരേന്ദ്രമോദിയെ സൂക്ഷിക്കണം, നരേന്ദ്രമോദി ഡേഞ്ചറാണ്, ഇന്ത്യ അടുത്ത ചൈനയാവും, അമേരിക്കയുടെ വരുതിയിൽ നിൽക്കില്ല എന്നൊക്കെയാണ് അമേരിക്കക്കാർ പറയുന്നത്. അപ്പോൾ അവർ ഇന്ത്യയെ ഭയപ്പെടുകയാണ്. അതിൻ്റെ കാരണം ഇന്ത്യയുടെ അത്ഭുതകരമായ വളർച്ച. ഇവിടെ പലരും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ എക്കണോമി ഡെഡാണ്, ഇന്ത്യയുടെ എക്കണോമി കഴിഞ്ഞ 10 വർഷമായിട്ട് താഴോട്ടാണ്, ലോകത്തെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് മാറുകയും അടുത്ത 3ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് മാറാൻ പോവുകയും ചെയ്യുന്ന ഇന്ത്യയെക്കുറിച്ചാണ് ഈ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ രാഷ്ട്രീയമായിട്ടുള്ള നിലപാടുകളെയൊക്കെ പുച്ഛിച്ച് കളയുക എന്നുള്ളതിനപ്പുറം അതിനൊന്നും വലിയ വാല്യൂ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനി യാഥാർത്ഥ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യക്ക് അമേരിക്കയുടെ അനുവാദം ആവശ്യമാണോ? ഇന്ത്യക്ക് ആരുടെ അനുവാദം ആവശ്യമില്ല. പക്ഷേ ഇന്ത്യ എന്തുകൊണ്ടായിരിക്കാം അമേരിക്കയെ പിണക്കാത്തത്? ലളിതമായി പറഞ്ഞാൽ അമേരിക്ക ഇന്ത്യയുടെ ഏറ്റവും വലിയ ട്രേഡ് പാർട്ട്ണറാണ്. അമേരിക്ക 50% നികുതി ചുമത്തിയ സമയത്ത് ഇവിടെ കരച്ചിലായിരുന്നു, നയതന്ത്രം പാളിപ്പോയി. ആ സമയത്ത് നരേന്ദ്രമോദി ഉയർത്തിപ്പിടിച്ചത് എന്താണ്? ആത്മാഭിമാനമാണ്. അമേരിക്കയുടെ ഇഷ്ടത്തിന് വഴങ്ങിത്തരാൻ പറ്റില്ല, അതായത് അമേരിക്ക പറയുന്നത് പോലെ ഒരു ട്രേഡ് ഡീലിൽ സൈൻ ചെയ്യാൻ പറ്റില്ല എന്ന് മോദി പറയുന്നു. ഉടനെ തന്നെ അമേരിക്ക 50% നികുതി ചുമത്തുന്നു. അപ്പോൾ പ്രതിപക്ഷം എന്താ പറഞ്ഞത്? നയതന്ത്രം പാളിപ്പോയി. കാരണം അമേരിക്ക 50% താരിഫ് ചുമത്തിയിരിക്കുകയാണല്ലോ. അപ്പോൾ നയതന്ത്രം പാളിപ്പോയി. അവരാരും പറഞ്ഞില്ല നരേന്ദ്രമോദി അമേരിക്കയുടെ മുമ്പിൽ ഇന്ത്യയുടെ അഭിമാനമാണ് ഉയർത്തിപ്പിടിച്ചതെന്ന്. ഏതെങ്കിലും പ്രതിപക്ഷ നേതാക്കൾ ഈ വിമർശിക്കുന്നവർ പറയുന്നുണ്ടോ? പറയില്ല. അവർക്ക് എങ്ങനെയെങ്കിലും അമേരിക്കയുമായിട്ടുള്ള പ്രശ്നം തീർന്ന് കച്ചവടം നടത്തിയാൽ മതി എന്നായിരുന്നു അപ്പോഴും. അപ്പോൾ ഇന്ത്യ US-ഉമായിട്ട് ഒരു ഫെയർ ഡീലിലേക്ക് വന്നു. അമേരിക്ക ഇന്ത്യയുടെ അടുത്ത് കുറേ കാലമായിട്ട് ആവശ്യപ്പെടുന്നത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുത്. അതിന് അമേരിക്കയ്ക്ക് ന്യായം അവരുടേതായ രീതിയിലുണ്ട്. അപ്പോൾ നമ്മളുമായിട്ടൊരു ബന്ധം നിങ്ങൾ വിൽക്കുമ്പോൾ, ഒരു സൗഹൃദം ഇരിക്കുമ്പോൾ നിങ്ങൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുത്, നമുക്ക് നല്ലൊരു ട്രേഡ് ഡീൽ സൈൻ ചെയ്യാം. ഇന്ത്യ ഒഫീഷ്യലായിട്ട് എവിടെയും പറഞ്ഞില്ല ഇങ്ങനെ എണ്ണ വാങ്ങില്ല എന്നുള്ള കാര്യം. ട്രംപ് അയാളുടെ ജനങ്ങളോട് പറഞ്ഞു, ഇന്ത്യ ഇനി എണ്ണ വാങ്ങില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. ഇന്ത്യ അതിനെ എതിർക്കാനും പോയില്ല. കാരണം നമ്മൾ അതിനെ എതിർക്കാൻ പോയാൽ വീണ്ടും അത് അമേരിക്ക ഇന്ത്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തെ ബാധിക്കും. നമുക്ക് അമേരിക്ക ആവശ്യവുമാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ അവിടെ ഒന്നും മിണ്ടിയില്ല. ഉടനെ തന്നെ പ്രതിപക്ഷം എന്ത് പറഞ്ഞു? നരേന്ദ്രമോദി ട്രംപിന്റെ മുന്നിൽ കീഴടങ്ങി. ഇതെപ്പോഴാണ് പറയുന്നത്? ഇത് അമേരിക്ക താരിഫ് 19%, അല്ല 18% കുറച്ച് തന്ന സമയത്താണ് ഇത് പറയുന്നത്. അപ്പോൾ 50% നിന്നപ്പോൾ പറഞ്ഞു നയതന്ത്രം പാളിപ്പോയെന്ന്. ട്രംപ് അത് 18% കുറച്ചപ്പോൾ പറഞ്ഞു ഇന്ത്യ അമേരിക്കയുടെ മുന്നിൽ കീഴടങ്ങിയെന്ന്. ഇത്രയും കാലം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ ധൈര്യമില്ലാതിരുന്ന മുൻകാല സർക്കാരുകൾ നരേന്ദ്രമോദി വന്നതിന് ശേഷം, യുക്രൈൻ യുദ്ധം തുടങ്ങിയതിന് ശേഷം മാത്രമാണ് എണ്ണ വാങ്ങാൻ തീരുമാനിച്ചത് റഷ്യയിൽ നിന്ന്. നരേന്ദ്രമോദി ആണ് ആ ഒരു ധൈര്യസമേതം അത് മുന്നോട്ട് പോയത്.
ആ വ്യക്തി അമേരിക്കയുടെ മുന്നിൽ ഭയപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇവരുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്? എന്ത് ചെയ്താലും കുറ്റം പറയാം, ഭരണകൂടത്തെ ഭരിക്കാൻ സമ്മതിക്കരുത്. ജനങ്ങളുടെ മുന്നിൽ കള്ളം പറഞ്ഞ്, നുണ പറഞ്ഞ്, വ്യാജ പ്രചാരണം നടത്തി ഭരണകൂടത്തെ താഴെ ഇറക്കുക എന്നുള്ള ലക്ഷ്യത്തിനപ്പുറം ഈ രാജ്യത്തോട് എന്തെങ്കിലും ഒരു ആത്മാർത്ഥത ഉള്ളതായിട്ട് ഈ പ്രതികരണങ്ങളിൽ ഒന്നും കാണാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഇവർ പറയുകയാണ് അമേരിക്കയുടെ അനുവാദം ഇന്ത്യക്ക് ആവശ്യമുണ്ടോ? ഇന്ത്യക്ക് അമേരിക്കയുടെ അനുവാദമൊന്നും ആവശ്യമില്ല. പക്ഷേ അമേരിക്കയുമായിട്ട് ചർച്ച നടത്തേണ്ടി വരും. എങ്ങനെ? അമേരിക്കയുമായിട്ട് വ്യാപാര ബന്ധം വേണമെങ്കിൽ അമേരിക്കയുമായിട്ട് ചർച്ച നടത്തേണ്ടി വരും. അമേരിക്ക ചിന്തിക്കുന്നത് എങ്ങനെയാണ്? ഇന്ത്യ അമേരിക്കയുടെ പ്രധാനപ്പെട്ട ഒരു പങ്കാളിയാണ്, ടെക്നോളജി പങ്കുവയ്ക്കുന്ന രാജ്യമാണ്, വിവിധ മേഖലകളിൽ സഹകരിക്കുന്നുണ്ട്, സുഹൃത്താണ്. അമേരിക്ക ഇന്ത്യയിൽ നിന്ന് ഏറ്റവും അധികം ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ഒരു കസ്റ്റമറാണ്, ഒരു രാജ്യമാണ്. ആ ഇന്ത്യ നമ്മളോട് ഒരു കമ്മിറ്റ്മെന്റും ഇല്ലാതെ ആ റഷ്യ യുദ്ധത്തിന് സഹായിക്കല്ലേ? അമേരിക്കയുടെ കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത്. റഷ്യയിൽ നിന്ന് ഇന്ത്യ ഇങ്ങനെ ബില്യൺ കണക്കിന് ഡോളറിന്റെ എണ്ണ വാങ്ങുന്നുണ്ടല്ലേ റഷ്യക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നമ്മൾ ഈ ഉപരോധമൊക്കെ ഏർപ്പെടുത്തിയിട്ടും യുക്രൈനെതിരെ യുദ്ധം ചെയ്യാൻ പറ്റുന്നത്? കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഇന്ത്യ ഇത് തുടരെയല്ലേ? ഇനിയെങ്കിലും അവർക്കതൊന്ന് നിർത്തുകയോ കുറയ്ക്കുകയോ ചെയ്തൂടെ? അമേരിക്ക ഇന്ത്യക്ക് എത്രയോ ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഡീല് ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ ഇന്ത്യ ഇങ്ങനെ ഒരു കടുംപിടുത്തം പിടിക്കുന്നത് ശരിയാണോ എന്നതായിരിക്കും അമേരിക്കയുടെ ഒരു പെർസ്പെക്റ്റീവ്. അപ്പൊ ഇന്ത്യയോട് ഇങ്ങനെ ഒരു കാര്യം അമേരിക്ക പറയുമ്പോൾ അപ്പൊ ഇന്ത്യ പറയും ശരി, നമുക്ക് ചർച്ച ചെയ്യാം. അങ്ങനെ രണ്ടു കൂട്ടരും ഒരുപാട് ഘട്ടങ്ങളിലൂടെ ചർച്ചകൾ നടത്തി ഫൈനലായിട്ട് രണ്ടുപേർക്കും വലിയ കുഴപ്പമില്ലാത്ത ഒരു ധാരണയിലേക്ക് എത്തിയിട്ടുണ്ടാവാം. ഒരിക്കലും ഇന്ത്യ ഒഫീഷ്യലായിട്ട് റഷ്യൻ എണ്ണ വാങ്ങില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ വീണ്ടും പറയുന്നു, പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ വാങ്ങുന്ന അളവ് ഇന്ത്യൻ കമ്പനികൾ കുറയ്ക്കുമായിരിക്കാം. കാരണം അമേരിക്കയെ ഒന്ന് തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട്. അതേ സമയത്ത് അമേരിക്ക ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ്. അപ്പോൾ ആ വ്യാപാര പങ്കാളിയെ നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റുമോ? ഇന്ത്യയുടെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ സാധനം ഏകദേശം നമ്മൾ അമേരിക്കയുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ 30-40 ബില്യന്റെ ഉൽപ്പന്നങ്ങൾ അധികം ഇന്ത്യയുടെ അടുത്ത് നിന്ന് അമേരിക്ക വാങ്ങുന്നുണ്ട്. സോ അങ്ങനത്തെ ഒരു വലിയ പാർട്ട്ണറിനെ നമുക്ക് വെറും ഈഗോ കാണിച്ച് അല്ലെങ്കിൽ 3 വോട്ടിന് വേണ്ടി അല്ലെങ്കിൽ ഈ പ്രതിപക്ഷത്തിന്റെ ഒരു ഗുണവുമില്ലാത്ത ആരോപണങ്ങളുടെ പേര് പറഞ്ഞ് പിണക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. അമേരിക്കയ്ക്ക് നമ്മളെ ആവശ്യമാണ് എന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് അമേരിക്ക ആവശ്യമാണ്. കാരണം നമുക്കാണ് ഒരു എക്കണോമിക് പവറായിട്ട് വളരേണ്ടത്. അമേരിക്ക ഓൾറെഡി ഒരു സാമ്പത്തിക ശക്തിയാണ്, ഒരു വികസിത രാഷ്ട്രമാണ്. ഇന്ത്യയാണ് 2047 വികസിത രാജ്യമാകണമെന്നും ഒരു എക്കണോമിക് പവർ ആകണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്നത്. അപ്പം നമുക്ക് അമേരിക്കയെ ആവശ്യമാണ്. അമേരിക്ക ഒരിക്കലും പിണക്കാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ചിലപ്പോൾ അമേരിക്കയുമായിട്ടും പല വിഷയങ്ങളിലും ചർച്ച ചെയ്യുന്നത്. ഇന്ത്യ ഗവൺമെന്റ് അല്ലാതെ അമേരിക്കയുടെ അടുത്ത് ചോദിച്ചിട്ടല്ല ഓരോന്ന് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യം നമ്മൾ റഷ്യയുമായിട്ടുള്ള സകല ബന്ധങ്ങളും കട്ട് ചെയ്യണ്ടേ? അമേരിക്ക ആദ്യം ഡിമാൻഡ് ചെയ്യുന്ന അതായിരിക്കും. മോദി അത് ചെയ്തോ എന്ന് മാത്രമല്ല, ഇപ്പോൾ 5 S-400 പുതിയ ബാറ്ററികൾ വാങ്ങാനുള്ള തീരുമാനമായിട്ടുണ്ട്. അതിന് പുറമെ കൂടുതൽ ആയുധങ്ങൾ റഷ്യയിൽ നിന്ന് വാങ്ങാൻ പോവാണ്. ഇനി 1-2 UPA സർക്കാരിന്റെ കഥകളൊന്നും പറയിക്കാതിരിക്കുന്നതാണ് നല്ലത്. പവർഫുൾ ആയിരുന്നല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ അതിലോട്ട് പോകുന്നില്ല. തീർച്ചയായിട്ടും അവരുടെ ഭരണകാലത്തും പല തീരുമാനങ്ങളും സമ്മർദ്ദങ്ങളുടെ ഭാഗമായിട്ടൊക്കെ തന്നെ ആയിരിക്കാം. പക്ഷെ ഇവിടെ നമ്മുടെ രാജ്യം ഒരു എക്കണോമിക് പവർ ആകണമെങ്കിൽ നമുക്ക് അമേരിക്കയും യൂറോപ്പുമായിട്ടൊക്കെ സഹകരിച്ചേ പറ്റൂ. അവരെ പിണക്കിക്കൊണ്ട് നമുക്ക് സാധ്യമല്ല. അപ്പോൾ റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങിയാലോ ഇറാനിൽ നിന്ന് വാങ്ങിയാലോ അമേരിക്കയ്ക്ക് ഒരു കുഴപ്പമില്ല. അമേരിക്ക എന്ത് ചെയ്യും? നമ്മളുമായിട്ടുള്ള ബന്ധം വേണ്ടാന്ന് വയ്ക്കും, ഉപരോധങ്ങൾ ഏർപ്പെടുത്തും. നമ്മളുമായിട്ടുള്ള കച്ചവടം വേണ്ടാന്ന് വയ്ക്കും അവർ. അത്രയേ ഉള്ളൂ. അവർക്ക് വേറെ ഓപ്ഷൻസ് ഒരുപാടുണ്ട്, നമ്മൾ മാത്രമൊന്നുമല്ല. അപ്പം നമുക്ക് US ആവശ്യമാണ്. അപ്പോൾ ഇവിടെ ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ തന്ത്രപരമായിട്ട് എങ്ങനെ മുന്നോട്ട് പോകാമെന്നായിരിക്കും ഇന്ത്യ ചിന്തിക്കുന്നത്. നമുക്ക് നമ്മുടെ സ്വയം ഭരണം നിലനിർത്തണം. നമ്മുടെ ഫോറിൻ പോളിസി എന്ന് പറയുന്നത് പൂർണ്ണമായും നമ്മുടെ തീരുമാനങ്ങൾക്കനുസരിച്ചാണ്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ തന്നെ ആരെയും പിണക്കാതെ ഒരു നയത്തിൽ മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഡെവലപ്മെന്റിലേക്ക് നമുക്ക് എത്താൻ കഴിയൂ. പിന്നെ ഇവിടെ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എണ്ണ വാങ്ങുന്നത് നിർത്തി എന്നൊക്കെ പറഞ്ഞ് വലിയ ഡയലോഗ് അടിച്ച ട്രംപിന് സ്വാഭാവികമായിട്ടും അയാളുടെ മുഖം രക്ഷിക്കാൻ ഇന്ത്യ ഇപ്പോൾ എണ്ണ വാങ്ങുന്നെങ്കിൽ 30 ദിവസത്തേക്ക് നമുക്ക് വേറെ തടസ്സമൊന്നുമില്ല എന്ന് പറഞ്ഞ് അയാൾ ചിലപ്പോൾ അയാളുടെ ഗവൺമെന്റ് അയാളുടെ ജനങ്ങളുടെ മുന്നിൽ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് വല്ലതും പറഞ്ഞിട്ടുണ്ടാവും. ഇന്ത്യ എവിടെയും അമേരിക്കയുടെ അനുവാദവും ചോദിച്ചിട്ടില്ല. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങില്ല എന്ന് ഇന്ത്യ ഇതുവരെ പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് ട്രംപ് എന്ത് പറഞ്ഞാലും അയാൾ പറഞ്ഞോട്ടെ. നമ്മൾ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ പോകാത്തതിന്റെ കാരണം, ഇന്ത്യ അതിനെ എതിർത്തൊന്നും പറയാത്തതിന്റെ കാരണം US നമുക്ക് വേണം എന്നുള്ളതുകൊണ്ടാണ്. അവരുമായിട്ടുള്ള റിലേഷൻ, അവരുമായിട്ടുള്ള ട്രേഡ് നമ്മുടെ എക്കണോമിക് ഗ്രോത്തിന് ഒഴിച്ചു നിർത്താൻ പറ്റാത്ത ഒന്നായതുകൊണ്ട് മാത്രമാണ് ഇന്ത്യ ഗവൺമെന്റ് അമേരിക്കയെ ചൊറിയാൻ പോകാത്തത്. അത്രയേ ഉള്ളൂ. അത് വിവേകമാണ്. അത് നാളെ നമ്മുടെ രാജ്യം ഒരു വലിയ ശക്തിയാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മാന്യമായ ഒതുങ്ങിക്കൊടുക്കലാണ്. അവരെന്തെങ്കിലും പറഞ്ഞുകൊണ്ട് പോട്ടെ, നമ്മൾ അതിനനുസരിച്ച് തുള്ളുന്നോ എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ ഇന്ത്യ ഗവൺമെന്റ് അമേരിക്കയുടെ താളത്തിന് തുള്ളാൻ കിട്ടില്ല. ഇത് ട്രംപ് തന്നെ പറഞ്ഞിട്ടുണ്ട്. മോഡിയുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുന്നത് ഏറ്റവും ടഫായിട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞത് ട്രംപാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.